നമസ്കാരം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കു നേരെ ആക്രമണം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യയിൽ അങ്ങിങ്ങായി മുസ്ലിം വിഭാഗത്തിന് നേരെ പ്രതികാര ആക്രമണം അഴിച്ചുവിടുകയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ. മാസങ്ങൾ നീണ്ട വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ചതിനെ തുടർന്ന് രാജ്യം വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. കൂടാതെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള നിരവധി ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം എന്ന നിലയിൽ പഴയതും ബന്ധമില്ലാത്തതുമായ വിവിധ വീഡിയോകൾ ഇന്ത്യയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇവ പ്രചരിപ്പിക്കപ്പെടുന്നത്. അവയെ ആയുധമാക്കുകയാണ് ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ. അതിൽ രാഷ്ട്രീയക്കാരും സജീവമായ പങ്കുവഹിച്ചിട്ടുണ്ട്. BJP MLA നിതേഷ് റാണെ ആഗസ്റ്റ് 5-ന് വിവാദപരമായ ഒരു പോസ്റ്റ് തന്റെ എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ ഇന്ത്യക്കാർ എന്തിന് ഒരു ബംഗ്ലാദേശിയെ ഇവിടെ താമസിപ്പിക്കണം എന്നാണ് റാണെ ചോദിച്ചത്. ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ ബംഗ്ലാദേശിയെയും വേട്ടയാടി കൊല്ലുമെന്നും റാണെ കൂട്ടിച്ചേർത്തു. ഇത് വിവാദമായതോടെ നേതാവ് ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്യാജ വാർത്തകളും ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലേക്കാണ് നയിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ തീവ്ര ഹിന്ദുത്വവാദികൾ മുന്നിട്ടിറങ്ങുന്നു എന്ന മട്ടിലാണ് പ്രചാരണം. ഇവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവരെ ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തി ആക്രമിക്കുന്നു. നിരവധി ഹിന്ദു സംഘടനകൾ ഈ ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പ്രതികൾ ഭരണകക്ഷിയായ BJPയുമായി അടുത്ത ബന്ധമുള്ളവരാണ്. പലയിടത്തും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബംഗാളി സംസാരിക്കുന്ന തൊഴിലാളികളും ചേരികളിലെ മറ്റ് താമസക്കാരും ബംഗ്ലാദേശികളാണെന്ന് ആരോപിച്ച് പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്നവരെ ബംഗ്ലാദേശികളെന്ന് ആരോപിച്ച് ഒരു സംഘം ഹിന്ദുത്വവാദികൾ ആക്രമിക്കുന്ന വീഡിയോ ഈ അടുത്ത കാലത്ത് പ്രചരിച്ചിരുന്നു. ബംഗ്ലാദേശിൽ തങ്ങളുടെ ഹിന്ദു സഹോദരിമാരും പെൺമക്കളും ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ഈ പാമ്പുകൾ ഇവിടെ തഴച്ചു വളരുന്നുവെന്ന് അക്രമികൾ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. പശു സംരക്ഷകനും ഹിന്ദു രക്ഷാദൾ അംഗവുമായ ദക്ഷ് ചൗധരിയെ ഈ വീഡിയോയിൽ വ്യക്തമായി തിരിച്ചറിയാനുമാകും. ചേരികളിൽ താമസിക്കുന്നവരെ ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തി ആക്രമിച്ചതിന് ശേഷം തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപമില്ലെന്ന് പ്രസ്താവിക്കുന്ന ചൗധരിയുടെ മറ്റൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. ബംഗ്ലാദേശി റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് അവശേഷിപ്പിക്കില്ലെന്നാണ് വീഡിയോയിൽ ചൗധരി പറയുന്നത്. സമാനമായ സംഭവം ഉത്തർപ്രദേശിലും നടന്നു. ആഗസ്റ്റ് 7-ന് ഹിന്ദു രക്ഷാദൾ പ്രസിഡന്റ് പിങ്കി ചൗധരി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിലും ബംഗ്ലാദേശികളെ അതേ രീതിയിൽ പീഡിപ്പിക്കുമെന്ന ഒരു വീഡിയോ പുറത്തിറക്കി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ പീഡനം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊന്നുകളയുമെന്നും പിങ്കി പറഞ്ഞു. പിന്നാലെ ഓഗസ്റ്റ് 9-ന് പിങ്കി ചൗധരിയും അനുയായികളും ഗാസിയാബാദിലെ കുടിലുകളിൽ താമസിക്കുന്ന മുസ്ലിം കുടുംബങ്ങളെ ആക്രമിക്കുകയും ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തുകയും ചേരികൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തു. ഗാസിയാബാദ് പോലീസ് പിങ്കി ചൗധരിക്കും അനുയായികൾക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ബംഗ്ലാദേശികൾ എന്ന പേരിൽ മർദ്ദിക്കപ്പെട്ടവർ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആഗസ്റ്റ് 11-ന് ഉത്തർപ്രദേശിലെ ലൈക്പൂർ ഖേരിയിലെ ഒരു ഹിന്ദു സംഘടന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ റാലി നടത്തി. ഈ റാലിയുടെ വീഡിയോയിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആയുധമെടുക്കണമെന്ന ആഹ്വാനങ്ങൾ വ്യക്തമായി കേൾക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് വൻ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പുവരുത്താനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി സ്വീകരിച്ചില്ലെങ്കിൽ നാട് കുട്ടിച്ചോറാകുമെന്ന് ഉറപ്പ്.